നെമ്മാറ ഒലിപ്പാറ റോഡ് ദുരവസ്ഥ പണി ത്വരിതപ്പെടുത്താൻ പണി തടഞ്ഞ ആക്ഷൻ കമ്മിറ്റി. ഈ കാണിക്കുന്ന പണിയുടെ പ്രഹസനം എന്തിനാണ്? ഈ രീതിയിൽ പണി ചെയ്തിട്ട് മെയ് 15 പൂർത്തീകരിക്കാൻ എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും. ചേട്ടാ, ഇവരെ ചെയ്യാൻ നാളെ ഇവരുടെ മാനേജർ വരുന്നുണ്ട്. 2 വർഷമായില്ലേ നിങ്ങൾ ഉദ്യോഗസ്ഥരെ ഒത്തുകളിക്കുക? നിങ്ങൾ ഉദ്യോഗസ്ഥരെ ഒത്തുകളിച്ചിട്ട് ആദ്യം 6 മാസം നീട്ടി തന്നു, ഇപ്പൊ വീണ്ടും 6 മാസം നീട്ടി തരിക. എന്നിട്ട് ലക്ഷങ്ങള് വാങ്ങിക്കേണ്ട ഞങ്ങൾ ആഴ്ചക്ക് പഴയാണെന്ന് പറയുക. അവര് പഴകിട്ടത് കൊണ്ടല്ല ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിസ്സാരമല്ലല്ലോ. നിങ്ങൾ പൈസ കൊടുക്കണ്ട, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ആ വർത്താനം മാത്രം പറയണ്ട. ഇത്രയും പണിതിന് പൈസ കൊടുത്തോ? ഞാൻ കൊടുത്തോ? തന്റെ അധികാരികൾ കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? നെമ്മാറ ഒലിപ്പാറ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലാത്തതിനാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ പ്രഹസനമായി പണി നടത്തുന്നതിലും പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റി ഒച്ചിന്റെ വേഗത്തിൽ നടക്കുന്ന പണി നിർത്തിച്ചു. പണി പൂർണ്ണമായും പൂർത്തീകരിക്കാനുള്ള നടപടി അടിയന്തരമായി വേണമെന്നും ബന്ധപ്പെട്ട അധികാരികൾ പണി വേഗതപ്പെടുത്താൻ കോൺട്രാക്ടർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ രഘുകുമാർ, ജനറൽ കൺവീനർ SM ഷാജഹാൻ, ട്രഷറർ CK രമേശ്, K ഹുസൈൻകുട്ടി, S ഉമ്മർ, N ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇതിനെ ബന്ധപ്പെട്ട കോൺട്രാക്ടറോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരോ ഇത് വേഗതപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഇല്ലാത്തതുകൊണ്ടും ജനങ്ങൾ പ്രയാസം കൊണ്ടും മടുത്തതുകൊണ്ടും മാത്രമാണ് ഇത്തരത്തിൽ ഇവിടെ കയറാടി കേന്ദ്രീകരിച്ചിട്ടുള്ള ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി, മഹല്ല് കമ്മിറ്റികൾ, ക്ഷേത്ര കമ്മിറ്റികൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി കോൺട്രാക്ടർ ബന്ധപ്പെടാനും ഇവിടുത്തെ ഓഫീസിൽ ബന്ധപ്പെടാനും വേണ്ടി ശ്രമിച്ചു. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല. ഇവിടെ വർക്ക് നടക്കുന്നവിടെ വന്ന് നോക്കിയപ്പോൾ വർക്ക് നടക്കുന്നത് ഒച്ചിൻ്റെ വേഗതയിൽ അല്ലെങ്കിൽ അമ്മിക്കല്ല് കാറ്റത്തിട്ടതുപോലെ വളരെ കുറഞ്ഞ വേഗത്തിൽ ഒരു ദിവസം 50 മീറ്ററാണ് ഇവിടെ റോഡിൻ്റെ സൈഡ് വർക്ക് പോലും നടക്കുന്നത്. ഇത്തരത്തിൽ പണി കൊണ്ട് ഇപ്പോൾ വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്നത് മെയ് 15 വരെ നീട്ടിക്കൊടുത്തു എന്ന് പറയുന്നു. ഈ മെയ് 15 വരെ നീട്ടിക്കൊടുത്തത് ഒരാഴ്ചയ്ക്ക് 1 ലക്ഷം രൂപയുടെ പിഴ ഈടാക്കിക്കൊണ്ട് കോൺട്രാക്റ്റിൽ നിന്ന് ഈടാക്കിക്കൊണ്ടാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞു. എങ്കിലും പറയുകയാണ് ഈ ദിവസം കൊണ്ട് ഈ മെയ് 15-നുള്ളിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല. തൊട്ടു മുമ്പേ ജനകീയമായിട്ടുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഇത് നടത്തുന്ന ഇവിടുത്തെ കോൺട്രാക്ടറുടെ അസിസ്റ്റന്റ് മാനേജരും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന ഓവർസിയറും പറഞ്ഞത് ഈ നിലപാടിൽ പോവുകയാണെങ്കിൽ ഇത് തീരില്ല എന്ന് അവർ തന്നെ പറയുന്നു. എങ്കിൽ പിന്നെ ഇത് തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? ഇത് സഹിക്കാൻ മാത്രമുള്ള ആളുകളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മാറിയിരിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.